നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുദർശന TVയുടെ 2025 വാർഷിക നക്ഷത്ര ഫലത്തിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് പൂരാടം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പൂരാടം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പുരോഗതി ലഭിക്കുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ച രോഗ ദുരിതങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക ക്ലേശം, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഒഴിഞ്ഞ് ഏകദേശം പൂർണ്ണം എന്ന് പറയാൻ കഴിയുന്നില്ല എങ്കിലും ഏകദേശം ഒരു നല്ല നിലവാരം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് നമുക്ക് 2025 കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും വളരെ നല്ല ഒരു പുരോഗതി കൈവരിക്കും എന്നാണ് ജ്യോതിഷ ശാസ്ത്രം വ്യക്തമാക്കുന്നത്. തൊഴിലും വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകുന്ന പുരോഗതി. ഇപ്പോൾ തൊഴിൽ സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗ തലത്തിൽ പോലും ചില ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയമാണ് 2025 മുതൽ. അതുപോലെ തന്നെ കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധാരണ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ഇല്ലാതിരുന്ന ചില കാലങ്ങൾ, വളരെ ജീവിത ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില കാലങ്ങൾ, ആ കാലങ്ങൾക്കെല്ലാം ഒരു വലിയ വ്യതിയാനമാണ് വാസ്തവത്തിൽ 2025 നിങ്ങളെ തേടി വരാൻ പോകുന്നത്. കാരണം നല്ല 365 ദിവസങ്ങളിൽ നല്ല തരത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനും ധനം സമ്പാദിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരിക തന്നെ ചെയ്യും. കാരണം നല്ല ശാരീരിക ശേഷി, അധികം രോഗമില്ലാത്ത അവസ്ഥ, അതുപോലെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷകാലം ഒക്കെ 2025 നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതിലൂടെ തൊഴിലിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകുന്ന പുരോഗതി, വിദ്യാർത്ഥികൾക്കുള്ള അലസതകളൊക്കെ മാറി നല്ല ഒരു വഴിയിലേക്ക് സഞ്ചരിക്കാൻ, അതുപോലെ നല്ല ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വർഷമായിട്ടാണ് 2025 നമുക്ക് കാണാൻ കഴിയുന്നത്. പൂരാടം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നല്ല ഒരു റിസൾട്ട് പല പരീക്ഷകളിലും ലഭിക്കാനിടയായ സാഹചര്യമുണ്ട്. PSC പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഒരു നല്ല വിജയം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ചാൻസ്, ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനുള്ള ചാൻസ് 2025 കാണുന്നുണ്ട്. കൂട്ടുചേർന്ന സംരംഭങ്ങളൊക്കെ തന്നെ വിജയിക്കും. ഒറ്റയ്ക്ക് തുടങ്ങിയാലും കൂട്ടുചേർന്ന് തുടങ്ങിയാലും സംരംഭങ്ങൾ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്ന വർഷം കൂടിയിട്ടാണ് 2025 എന്ന് പറയുന്നത്. കാരണം പലതുകൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാളായിരുന്നു പൂരാടം എന്ന് പറയുന്നത്. ആ പൂരാടം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ജീവിതത്തിൽ ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ അവസരങ്ങളും മാറി ആനന്ദദായകമായൊരു ജീവിതത്തിൻ്റെ പശ്ചാത്തലം 2025 മുതൽ അങ്ങോട്ട് 2 വർഷക്കാലത്തോളം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നും സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാനിടയായ സാഹചര്യം ഉണ്ടാവും. കുട്ടികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും വളരെ സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കാനിടയാകും.
കുട്ടികൾക്ക് വലിയ പരീക്ഷാ വിജയം നേടിയതായിട്ടുള്ളത്, സ്കോളർഷിപ്പ് നേടിയതായിട്ടുള്ളത്, അതുപോലെ തന്നെ PSC ലിസ്റ്റിൽ ഇടം നേടിയതായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ കഴിയും. അതുപോലെ മാതാപിതാക്കൾ സ്വരുക്കൂട്ടി വച്ചിരുന്ന ധനം നമ്മൾക്ക് തരുന്നതായിട്ട്, അതുപോലെ തന്നെ അവരുടെ കൈവശമിരിക്കുന്ന സ്വത്തുവകകൾ നമ്മുടെ പേരിലാക്കി തരുന്നതായിട്ടുള്ള സന്തോഷ വർത്തമാനങ്ങളൊക്കെ 2025 കേൾക്കാനിടയാകും പൂരാട നക്ഷത്രക്കാർക്ക്. പിന്നെ കാർഷിക രംഗത്തുള്ളവർക്ക്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്നവർക്കൊക്കെ വളരെ സന്തോഷകരമായ ഒരു കാലമായിട്ടാണ് നമുക്ക് 2025 കാണാൻ കഴിയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ആദ്യം, അതായത് 2025 തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മാർച്ചിന് ശേഷം വരുന്നത് വാത്സല്യവും സ്നേഹവും നിറഞ്ഞൊരു കുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും. അതുകൊണ്ട് തന്നെയും അതായത് 2025 തുടക്കത്തിൽ തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു മനസ്സ് പൂരാടം നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വളരെ നമുക്ക് അത്രയേറെ വിശ്വാസമുള്ള ആൾക്കാർക്കൊപ്പമേ പണമിടപാടുകൾ നടത്താൻ നിൽക്കാവൂ. ഇല്ല എങ്കിൽ ജീവിതത്തിൽ അപമാനപരമായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതായി വരും. അതുപോലെ തന്നെ ഈ പറയുന്ന മദ്യം, പുകവലി, അതുപോലെ വെറ്റില മുറുക്ക് തുടങ്ങിയവയിലൂടെ ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് 2025 കാണുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവ സവിശേഷതയുള്ളവർ അത് ഉപയോഗം തന്നെ നിർത്തുകയാണ് നല്ലത്. ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ മെഡിസിൻസ് കഴിക്കാനുള്ള ഒരു അവസ്ഥ കൂടി നിങ്ങളിലുണ്ടാകണം. ഇല്ലെങ്കിൽ സൂചി കൊണ്ടെടുക്കേണ്ടുന്നതിന് തുമ്പ കൊണ്ടെടുക്കേണ്ടുന്ന കേട് ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്നുകിൽ അത് പൂർണ്ണമായും നിർത്തുക, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കലാകാരന്മാർക്ക് ചില വെല്ലുവിളികളൊക്കെ നേരിടുമെങ്കിലും കലാകാരന്മാർക്കും സാഹിത്യരംഗത്തും ഒക്കെ ഉള്ളവർക്ക് ചില വെല്ലുവിളികളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെങ്കിലും പിന്നീട് പ്രശസ്തിക്ക് പാത്രമായി മാറുന്നത് നമുക്ക് അറിയാൻ കഴിയും. വർഷപകുതിക്ക് ശേഷം ധനാഗമ മാർഗങ്ങൾ വളരെ വളരെ വർദ്ധിക്കും. വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക, കേടുപാടുകൾ സംഭവിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. അതായത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചോണം. ഇല്ലെങ്കിൽ അത് കേടുപാടുകൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് എത്താൻ പൂരാട നക്ഷത്രക്കാരുടെ പ്രവർത്തനം കൊണ്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. അതുപോലെ തന്നെ ഭാഗ്യക്കുറികൾ ലഭിക്കാൻ, അതായത് ചെറുതെങ്കിലും ഒരു നല്ല തുക ലഭിക്കാനിടയായ സാഹചര്യം പൊതുവിൽ 2025 പൂരാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അനുകൂലമായ സാമ്പത്തിക ദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു വർഷമാണ് 2025. ക്ഷേത്രത്തിലേക്ക് സമയമുള്ളപ്പോഴൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്ര തിരുസന്നിധിയിൽ ധാരയും പിൻവിളക്കും, അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമമല്ല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാടും തുളസിമാല സമർപ്പണവും നടത്തുക. മഹാഗണപതി ക്ഷേത്രത്തിൽ സകല തടസ്സങ്ങളും ഒഴിഞ്ഞ് നന്മയുണ്ടാകുന്നതിനായിട്ട് കറുകമാലയും മോദക വഴിപാടും നടത്തുക. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വളരെ നന്മയുള്ള ഒരു വർഷമായിട്ട് 2025 പൂരാട നക്ഷത്രക്കാർക്ക് മാറും എന്നതിന് സംശയമൊന്നും വേണ്ട. തീർച്ചയായും നന്മകൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയിലൂടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.